Good morning. Hello everyone, hope you all are doing well. I'm Presti and welcome to my day in my life video. Good morning. Hope you all are doing well. അപ്പോൾ ഇന്നെൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെയാവുമെന്ന് അറിയില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യണേ. മോർണിംഗ് അപ്പോൾ ഒരു 10:30 ഒക്കെ ആയപ്പോൾ ഞാൻ എണീറ്റു. അങ്ങനെ പതിവില്ല ഇത്ര നേരത്തെ എണീക്കണത്, എപ്പോഴും ലേറ്റ് ആയാണ് ഞാൻ എണീക്കാറുള്ളത്. അങ്ങനെ എണീറ്റു, ഫ്രഷ്നപ്പായി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അപ്പോൾ എൻ്റെ റൂംമേറ്റും വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഫ്ലൈറ്റ് കഴിഞ്ഞ് എത്തിയുള്ളൂ, അതുകൊണ്ടാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. ഇന്നത്തെ എന്താ ഫ്ലൈറ്റിൽ എന്തൊക്കെ സീനുണ്ടായി, എന്തൊക്കെ നല്ലതുണ്ടായി ഒക്കെ ഞങ്ങളോട് ഫുള്ള് പറയായിരുന്നു. അപ്പോൾ എല്ലാവരും വേറെ വേറെ റൂമുകളിൽ ഇരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓംലേറ്റാണ് കഴിക്കുന്നുണ്ടായിരുന്നത്, ഓംലേറ്റും ബ്രെഡും. കുറച്ച് നേരത്തെ ഇതിലേ ഒരാൾ നടന്നു പോകണം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ശ്രീയ. കുറച്ച് മുന്നേ അവളിങ്ങനെ തല കാണിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് വന്നപ്പോൾ അവൾ റെഡിയായി ഫ്ലൈറ്റിന് പോകണു. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഞങ്ങൾ 5 പേരുണ്ട് റൂമിൽ, പക്ഷേ എല്ലാവരും അങ്ങനെ ഒരുമിച്ചൊന്നും കിട്ടാറില്ല. ഒരാൾ എത്തുമ്പോൾ മറ്റാൾ ഫ്ലൈറ്റിന് പോകും, അല്ലെങ്കിൽ മറ്റാൾ ഓൾറെഡി ഫ്ലൈറ്റിലായിരിക്കും. ഭയങ്കര റെയറാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടണതും അങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണതെല്ലാം ഭയങ്കര റെയറായിട്ടാണ് സംഭവിക്കാറുള്ളത്. ഞങ്ങളുടെ റോസ്റ്ററിങ്ങിനെ അറിയാതെ തോന്നുന്നു ആരൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കണത്, ഇവർ ഹാപ്പി ആവാൻ പാടില്ല, അങ്ങനത്തെ സാധനങ്ങളാണ് തോന്നുന്നത്. അങ്ങനെ എന്തായാലും എൻ്റെ ഓംലേറ്റും ബ്രെഡൊക്കെ സെറ്റായി. അതിൽ ഞാൻ കുറച്ച് കെച്ചപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഫുഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫുൾ പാക്ഡ് ആയിരുന്നു. കുറച്ച് നേരത്തെ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് എൻ്റെ അടുത്ത റൂംമേറ്റ് ധന. അവൾക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ അവൾ പറയായിരുന്നു കാണാൻ ലുക്കില്ല, അപ്പോൾ ഞാൻ വീഡിയോ ആയി വരും. എൻ്റെ റൂംമേറ്റ്സ് എല്ലാവരും കൂടുതലും ഷൈ ആണ്, ഒരാൾ ശ്രീ ഒഴിച്ച്. ബാക്കി എല്ലാവരും അങ്ങനെ ക്യാമറ വരുമ്പോൾ അവരുടെ റിയൽ സ്വഭാവം എടുക്കാറില്ല. പിന്നെ ഞാൻ ഒളിഞ്ഞൊക്കെയാണ് അവരുടെ വീഡിയോസൊക്കെ ഞാൻ എടുക്കാറുള്ളത്. നിന്റെയോ? ഇവളുടെ മേക്കപ്പിന്റെ സംഭവമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നിന്റെ കൂറക്കോലം. ഇതിപ്പോ എന്താണ് ചെയ്യുന്നത് നീ? ഓക്കെ, സെറം ഇട്ടു. നെക്സ്റ്റ് അങ്ങനെ എൻ്റെ ഫോൺ അവിടെ ഇരിക്കാൻ കണ്ടോടി എല്ലാവരും ഒളിഞ്ഞെന്നൊക്കെയാണ് ഓരോ പരിപാടികളും ചെയ്യേണ്ടായിരുന്നത്. ഇത് ധനയുടെ മുട്ടപ്പാണേ, അത് അവിടെ നിന്ന് പൊട്ടിപ്പോയി, അങ്ങനെ ലീക്കായിപ്പോയി. എന്നാലും കൊള്ളാം, കാണാൻ കുറച്ച് ലുക്കൊക്കെ ഉണ്ട്. അവളും ബ്രെഡും സണ്ണി സൈഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കരിഞ്ഞതല്ല, ചില്ലി ഫ്ലേക്സ് ആണ്. അങ്ങനെ ശ്രീയ റെഡിയായി, പ്രാർത്ഥിച്ച് അവൾ ഇറങ്ങായി ഫ്ലൈറ്റിന് പോകാനായിട്ട്. എന്തൊക്കെയോ സെക്ടറൊക്കെ ചെയ്തു. അങ്ങനെ ഒരാൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് പോയി, വേറൊരാൾ ഓൾറെഡി ഇല്ല, അവൾ ഓൾറെഡി ഫ്ലൈറ്റിലാണ് ഉള്ളത്. അപ്പം ഞാനും ധന്യയും പ്രിയങ്കും ഞങ്ങൾ 3 പേരാണ് റൂമിലുള്ളത്. അതിലൊരാൾക്ക് വയ്യ, വേറൊരാൾ ഫ്ലൈറ്റ് കഴിഞ്ഞ് എത്തിയുള്ളൂ, അപ്പോൾ അവൾ ഉറങ്ങാൻ പോയി. അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് മാത്രമാണ് കംപ്ലീറ്റ് എന്താ പറയുക, ഒരു കുഴപ്പമില്ലാണ്ട് ഓഫൊക്കെ ഉള്ളതായിട്ടുള്ള ഒരാൾ ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കുക്ക് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ ചെറുപയർ കറിയും ചോറും ആണ് ഉണ്ടാക്കിയത്. മുംബൈയിൽ ഇപ്പോൾ ഭയങ്കര ചൂട് കാരണം ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം ഫുൾ സ്വെറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നേരെ ഞാൻ കുളിക്കാൻ പോയി, കാരണം എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കും വേർത്തൊരു ലെവലായി.
അപ്പോൾ കുളിച്ചതിന് ശേഷമാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യണത്. മോർണിംഗ് എണീറ്റൊന്നും ഞാൻ സ്കിൻ കെയർ പരിപാടിയൊന്നും ചെയ്തില്ല. നേരെ കിച്ചണിലുള്ള ഡ്യൂട്ടീസ് കാരണം എന്തായാലും സ്വെറ്റ് ആവുമെന്ന് അറിയാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലെൻസിങ് ചെയ്തു, ടോണർ ഇട്ടു, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഞാൻ കാണാറുണ്ടായിരുന്നു. യൂഷ്വലി ഞാൻ കൊറിയൻ സീരീസൊക്കെയാണ് ഇരുന്ന് കാണുക. റാൻഡംലി ഓരോ സീരീസ് എടുക്കും, കാണും. ഒരു 5 മിനിറ്റ്സ് കണ്ടതിന് ശേഷം എനിക്ക് തന്നെ വൈബ് കിട്ടില്ല എന്ന് വെച്ചാൽ അപ്പം തന്നെ ഞാൻ എക്സിറ്റ് അടിച്ച് അടുത്ത സീരീസ് എടുക്കും. നെറ്റ്ഫ്ലിക്സ് ഉള്ള ആകെയുള്ള ഒരു ഉപകാരമാണ്. പിന്നെ ഇതുപോലെ ഓഫ് ഡേയ്സ് ഒക്കെ ഇങ്ങനെ കളഞ്ഞ് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യാൻ കിട്ടിയ ചാൻസാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇത് തന്നെയാണ് ചെയ്യാറുള്ളത്. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. അപ്പം ഞാൻ നേരെ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ കിട്ടിയത് എനിക്ക് ഐസ്ക്രീമായിരുന്നു, മാംഗോ ഫ്ലേവർ. അത് കഴിച്ചു. ഫുഡ് കഴിച്ച് ഈവനിങ് ആയി. അപ്പോഴേക്കും പ്രിയങ്ക ഉറങ്ങി എണീറ്റു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഈവനിങ് വാക്ക് എന്നുള്ള രീതിയിൽ ഞങ്ങൾ നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങി. നടക്കാനുണ്ട്, കുറച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് സ്ട്രീറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അത് കഴിക്കും. പിന്നെ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങും. അപ്പോൾ ഞങ്ങളുടെ സൊസൈറ്റിക്ക് താഴെ തന്നെ ചെറിയ ചെറിയ ഷോപ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പാനിപ്പൂരി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ പോയി പാനിപ്പൂരി കഴിച്ചു. നമ്മുടെ ചേട്ടൻ്റെ കട. പാനിപ്പൂരി എപ്പോഴത്തെയും പോലെ വലിയ ഗുമ്മുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആ വിഷമം തീർക്കാൻ വേണ്ടി ഒരു ജ്യൂസ് ഷോപ്പിലും കയറി. ഈ ചേട്ടൻ അറിയണതാണ്. അപ്പോൾ ഞാൻ ആളുടെ പ്രിപ്പയർ ചെയ്യണ വീഡിയോ ഞാൻ എടുത്തു. ഞാനപ്പോൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കൂടെയുള്ള കൊച്ച് അവൾ പറഞ്ഞത് ഓറഞ്ച് ജ്യൂസ് അല്ല മുസംബി ജ്യൂസ്. കൊച്ചിരുന്ന് കുടിക്കണ കണ്ടോ? അങ്ങനെ ജ്യൂസ് ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അത് അടുത്തുള്ളത് തന്നെയാണ്. അവിടെ പോയി ഞാൻ നെക്സ്റ്റ് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മോർണിംഗ് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് മുട്ടയാണെങ്കിലും കുറേ ടൈം എടുക്കും ആവാനായിട്ട്, ഉണ്ടാക്കി വരാനായിട്ട്. അപ്പം ഞാൻ നൂഡിൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരാൾ ഇപ്പിയും മറ്റാൾ മാഗിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ അവിടെ ഇങ്ങനെ വെറുതെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന്. പിന്നെ ഞാൻ റോളോണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. സൂപ്പർ മാർക്കറ്റിൽ ഒന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വെറുപ്പിക്കായിരുന്നു. ഇനി മേലാൽ വീഡിയോ എടുക്കാൻ പറയരുത് എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ റൂംമേറ്റ് ഇരുന്ന് വീഡിയോ എടുക്കണ്ടായിരുന്നത്. എൻ്റെ അങ്ങനെ കുട്ടി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയപ്പോൾ എൻ്റെ അടുത്ത റൂംമേറ്റ് തീരെ വയ്യാണ്ട് ഇരുന്ന് ആവിയൊക്കെ പിടിക്കുന്നു, പാവം. അങ്ങനെ ഞാൻ നേരെ റൂമിൽ പോയി എൻ്റെ ബാഗെല്ലാം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ 3 സെക്ടേഴ്സ് കഴിഞ്ഞ് ഡൽഹിയിൽ ലേ ഓവറാണ്. അപ്പോൾ അതിന് വേണ്ട സെറ്റ് ചെയ്യലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രാ നൈറ്റ് കിറ്റും ഒക്കെ വെച്ചിട്ടുണ്ടായി. ബാക്ക് പാക്കിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ നെയിൽ പെയിൻ്റ് ഇട്ടു. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ കമൻ്റാണ് മെയിൻ സംഭവം. അതിൽ എനിക്ക് എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ഐ വിൽ ഡു ദാറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. വാട്ട് എൽസ്? ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഉറങ്ങും. ഓക്കെ, അപ്പം ശരി, ബൈ. ഹാവ് എ ഗുഡ് ഡേ.